നമസ്കാരം. ഹിന്ദി ഹൃദയഭൂമികയിൽ നിന്ന് മാറി ദക്ഷിണേന്ത്യയിലേക്ക് എത്തുമ്പോൾ BJPയുടെ കരുത്ത് ക്ഷയിക്കുകയാണെന്നും സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് തെക്ക് പ്രദേശത്താണെന്നുമുള്ള കാഴ്ചപ്പാടുകൾ ഈ തെരഞ്ഞെടുപ്പോടെ തിരുത്തേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ ഏജൻസികൾക്കൊപ്പം ചേർന്ന് പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ തെക്കും താമര തരംഗമാണെന്ന സൂചനകളാണ് നൽകുന്നത്. കേരളത്തിൽ 3 സീറ്റ് വരെ ലഭിക്കാവുന്ന ഒറ്റനോട്ടത്തിൽ അവിശ്വസനീയം എന്ന് തോന്നാവുന്ന പ്രവചനമാണ് എക്സിറ്റ് പോളുകൾ നടത്തിയത്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന വോട്ട് ശതമാനം BJPക്ക് മുതൽക്കൂട്ടാകുമെന്നുമാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുന്നത്. ഒരു സർവേയിൽ കേരളത്തിൽ NDAയും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 2% മാത്രമാണ്. 29% വോട്ട് LDF നേടുമ്പോൾ NDA 27% നേടുന്നത്. UDFന് 41%. കേരളത്തിൽ UDF ആധിപത്യം നിലനിർത്തുമ്പോൾ LDF 2019 കനത്ത തോൽവിയിൽ നിന്ന് കരകയറി നില മെച്ചപ്പെടുത്തുമെന്ന് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിലും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി 5 സീറ്റുകൾ വരെ BJPക്ക് പ്രവചിക്കപ്പെടുന്നുണ്ട്. ആകെയുള്ള 39 സീറ്റുകളിൽ 33 മുതൽ 37 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് വിവിധ സർവേകൾ പ്രവചിക്കുന്നത്. NDA സഖ്യം 2 മുതൽ 4 സീറ്റുകൾ നേടുമെന്നും പറയുന്ന സർവേ ഫലങ്ങൾ 2 സീറ്റുകളിൽ AIADMKയ്ക്ക് വിജയസാധ്യത പ്രവചിക്കുന്നു. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും വമ്പൻ മുന്നേറ്റം ഇത്തവണ BJPക്ക് ഉണ്ടാവുമെന്നാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിക്കും അതുപോലെ തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള രേവന്ത് റെഡ്ഡി സർക്കാരിനും വൻ തിരിച്ചടിയാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ആന്ധ്രയിൽ നിലവിൽ YSR കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി വീഴുമെന്നും പ്രാദേശിക എക്സിറ്റ് പോളുകൾ പറയുന്നു. ഇന്ത്യ സഖ്യം ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന കർണാടകയിൽ കോൺഗ്രസ് തകർന്നടിയുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. ആകെയുള്ള 28 ലോക്സഭാ സീറ്റുകളിൽ 25 വരെ NDA നേടുമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിച്ചു. സംസ്ഥാന ഭരണമുണ്ടായിട്ട് പോലും 3 മുതൽ 5 സീറ്റ് വരെ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിയുക എന്നും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ഫലം പ്രവചിക്കുന്നു. ജൻ കി ബാത് കർണാടകയിൽ NDAയ്ക്ക് 21 മുതൽ 23 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. കോൺഗ്രസ് 5 മുതൽ 7 സീറ്റ് വരെ നേടുമെന്നും പറയുന്നു. റിപ്പബ്ലിക് TV പി മാർക്ക് 22 സീറ്റാണ് NDAയ്ക്ക് പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 6 സീറ്റ് കിട്ടുമെന്നും പറയുന്നു. ABP ന്യൂസ് ഡി ഡൈനാമിക് 23 സീറ്റാണ് NDAയ്ക്ക് കർണാടകത്തിൽ പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 5 സീറ്റും അവർ പറയുന്നുണ്ട്. 2019 25 സീറ്റുകൾ BJPക്ക് ലഭിച്ചപ്പോൾ 1 സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ സമ്പാദ്യം. 1 സീറ്റ് സ്വതന്ത്രനും മറ്റൊരു സീറ്റ് ജനതാദളിനുമായിരുന്നു. എന്നാൽ 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തി തിരിച്ചെത്തി. ആകെയുള്ള 224 സീറ്റിൽ 135 സീറ്റായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത്. ഈ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറെക്കുറെ തനിയാവർത്തനമാണ് കർണാടകയിൽ പ്രവചിക്കുന്നത്. അന്ന് NDA സഖ്യത്തിലുണ്ടായിരുന്ന JDS ഇന്ത്യ സഖ്യത്തിലേക്ക് മാറിയിട്ടും വിജയം NDAയ്ക്ക് ഒപ്പമാണെന്ന് പറയുന്നു. ലൈംഗിക അപവാദത്തിൽപ്പെട്ട് വിദേശത്തേക്ക് കടന്ന് ഇപ്പോൾ പിടിയിലായ പ്രജ്വൽ രേവണ്ണ എന്ന ദേവഗൌഡയുടെ കൊച്ചുമകൻ ഹസൻ മണ്ഡലത്തിൽ ജയിക്കുമെന്നും ഒരു സർവേ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവിടെ രേവണ്ണയുടെ വീഡിയോ പ്രചരിച്ചത്. ആന്ധ്രയിലെ 25 ലോക്സഭാ സീറ്റുകളിൽ NDA സഖ്യം 19 മുതൽ 22 സീറ്റുകൾ വരെ നേടുമെന്നും ABP സി വോട്ടർ, ന്യൂസ് 18, ഇന്ത്യ ടുഡേ എന്നീ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൽ BJP 4 മുതൽ 6 സീറ്റുകൾ വരെ നേടും. ബാക്കിയുള്ളവ തെലുങ്കുദേശം പാർട്ടിക്കാണ്. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് ഇത്തവണ വളരെ പിന്നിൽ പോകുമെന്നാണ് ന്യൂസ് 18 സർവേ പ്രവചിക്കുന്നത്. YSR കോൺഗ്രസിന് 5 മുതൽ 8 സീറ്റുകൾ വരെയാണ് പരമാവധി ലഭിക്കുക. NDA 19 മുതൽ 22 സീറ്റ് വരെ നേടുമെന്നും സർവേ പറയുന്നു. ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിയുമായും പവൻ കല്യാണിൻ്റെ ജനസേവാ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കിയത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രയിൽ NDA സഖ്യം അധികാരത്തിൽ ഏറുമെന്നാണ് ചില പ്രാദേശിക ചാനലുകളുടെ എക്സിറ്റ് പോളുകൾ പറയുന്നത്. YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായ അതിശക്തമായ ജനവികാരം തുണയായത് കോൺഗ്രസിനല്ല NDAയ്ക്കാണെന്ന് പറയപ്പെടുന്നു. 17 സീറ്റുള്ള തെലങ്കാനയിൽ BJP 7 മുതൽ 10 സീറ്റുകൾ വരെ നേടുമെന്നാണ് വിവിധ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന് 5 മുതൽ 8 സീറ്റുകൾ വരെ ഇവിടെ പ്രവചിക്കുന്നു. രേവന്ത് റെഡ്ഡിയുടെ വ്യക്തിപ്രഭാവത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല ജയം നേടിയ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസ് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. എന്നിട്ടും കൂടുതൽ സീറ്റുകൾ അവർക്ക് ലഭിക്കാത്തതാണ് തിരിച്ചടിയാവുക. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS അടക്കമുള്ള മറ്റുള്ളവർ 4 മുതൽ 6 സീറ്റുകൾ വരെ നേടിയേക്കുമെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു.